ഡിസംബർ 5-ാം തീയതി റിലീസ് ചെയ്തിട്ടുള്ള മമ്മൂട്ടിയുടെ ചിത്രമാണ് കളങ്കാവൽ. ഇതിന്റെ റിവ്യൂമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ടു കൃഷ്ണാർജുൻ യൂട്യൂബ് ചാനൽ. നവാഗതനായിട്ടുള്ള ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ജിഷ്ണു ശ്രീകുമാറിന്റെ തിരക്കഥയിൽ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് കളങ്കാവൽ. ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് വിനായകൻ തന്നെയാണ്. മമ്മൂട്ടി ഒരു പ്രതിനായക സ്ഥാനത്താണ് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കൂടാതെ തന്നെ മറ്റ് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജിഷ വിജയൻ, ബിജു പപ്പൻ, അസീസ് നെടുമങ്ങാട് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരെല്ലാം അവരുടെ കഥാപാത്രങ്ങളെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. ജിഷ്ണു ശ്രീകുമാറിന് അതിന് വലിയൊരു കൈയ്യടി കൊടുക്കണം. കൂടാതെ തന്നെ ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് പ്രവീൺ പ്രഭാകരാണ്. ആൻഡ് ഫൈസൽ അലിയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ. കൂടെ ഇവർ രണ്ടുപേരും പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇതൊരു ടീം വർക്ക് ആണെങ്കിൽ കൂടി എല്ലാവരും പേര് എടുത്തു പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഒരു സീൻ പോലും നമുക്ക് ആവർത്തന വിരസത തോന്നുന്നില്ല. കാരണം നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകര് എപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയിൽ മമ്മൂക്കയെ പറ്റി തന്നെ എടുത്തു പറയേണ്ടത് കാരണം വെച്ചാൽ ഒരു സൈക്കോപാത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവരുടെ രീതികൾ, എന്നാലും മമ്മൂക്ക ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള ആക്ടിങ് ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചാണ്. ഒരു ലെജൻഡ് എന്ന് പറഞ്ഞാലും മമ്മൂക്ക തന്നെയാണ്. വിനായകന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്ന് വെച്ചാൽ വളരെ സെറ്റിലായിട്ടുള്ള ആക്ഷൻസിലൂടെയും വളരെ എന്താ പറയുക വളരെ രസകരമായിട്ട് അദ്ദേഹം ഈ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഇത് ഒരു ഡയറക്ടർ ബ്രില്യൻസും കൂടിയാണ് ഈ സിനിമയിൽ വിനായകനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നടൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളത് വലിയ അഭിമാനം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ വേറെ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് വിനായകൻ കാഴ്ചവെച്ചിരിക്കുന്നത്. വെച്ചാൽ വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ സിനിമ പോയി കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ കൂടുതൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പുറകിലേക്ക് പോയി കൂടുതൽ ആ സിനിമയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ കൂടുതൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഞാൻ ഇല്ലാണ്ടാക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിലേക്ക് പോയിട്ട് ഇത് കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും മറ്റ് വിശദാംശങ്ങളും ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതുകൂടാതെ തന്നെ ഇതിനകത്ത് കുറേ ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സൈക്കോപാത്ത് സീരിയൽ കില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലും ഇതിനകത്ത് ഒരു ആവർത്തന വിരസത വരാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം. അതിൻ്റെ അതിഭീകരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താ പറയുക ഡയറക്ടർ ബ്രില്യൻസ് തന്നെ വെച്ചാൽ നിങ്ങൾ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കാണുന്ന സമയത്ത് തന്നെ ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്ന കാര്യം ഓരോ ഷോട്ടിലും അവർ കാണിച്ചിട്ടുണ്ട്. ബട്ട് അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാവും. അപ്പം ഞാൻ കൂടുതൽ അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ മുന്നേ പറഞ്ഞ പോലെ ഞാനത് റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സിനിമ കാണാനുള്ള അവസരം മമ്മൂട്ടി കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ പോയിട്ട് ഈ സിനിമ കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു റിവ്യൂമായിട്ട് അടുത്ത തവണ കാണാം. താങ്ക് യു ഓൾ.